ഇന്ന് മുഹറം 10 ആശുറാന്റെ ദിനം, വെള്ളിയാഴ്ച ദിനം. വളരെ പവിത്രമായ സുദിനമാണ്. അള്ളാഹു ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഫറജും മഖ്റജും റാഹത്തും സന്തോഷവും നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി എന്തു ചെയ്യുമെന്നറിയാതെ മുന്നിൽ ഒരു ഓപ്ഷനും ഇല്ല, കുടുങ്ങി. ഇതാ പിന്നിൽ, തൊട്ടു പിന്നിൽ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി മർദ്ദിക്കാനും ആക്രമിക്കാനും മുന്നിൽ വരുന്നു. മുന്നിൽ സമുദ്രമാണ്, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തെ അടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സമുദ്രം രണ്ട് വശങ്ങളിലേക്ക് മാറി നിൽക്കുന്നു. ആ വിശാലമായ സമുദ്രത്തിൽ ഒരു വഴിത്താര പ്രത്യക്ഷപ്പെടുന്നു. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ വിശ്വസിച്ചവരും വളരെ നിർഭയത്തോടെ സമാധാനത്തോടെ ആ കടലിലൂടെ സഞ്ചരിച്ച് മറുകരയിലേക്ക് അഭയം തേടുകയാണ്. ശത്രുക്കൾ അവരുടെ വഴിയിൽ വരുന്നു, ആ കടലിൽ മുങ്ങിച്ചാകുന്നു ഫിർഔനും കൂട്ടരും. അതെ, എന്നേക്കുമായി ഇലാ യൗമിൽ ഖിയാമ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, മനുഷ്യർക്ക് പാഠമായി ആ വലിയ ദൃഷ്ടാന്തമായി ഇന്നും അവശേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഫിർഔനിന്റെ ജഡം, അവന്റെ ഡെഡ് ബോഡി ഇന്നും മ്യൂസിയത്തിൽ ലോകർക്ക് മുഴുവനും കാണാൻ വേണ്ടി വലിയ ദൃഷ്ടാന്തമായി പടച്ചർപ്പ് നിലനിർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അതാണ് മുഹറം 10. അത് നടന്നത് ഇതുപോലെയുള്ള ഒരു ദിവസത്തിലായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഒരു സംഭവം മാത്രമല്ല, മഹാന്മാരായ അംബിയാ മുർസലീങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇതിനു സമാനമായ ധാരാളം വിഷയങ്ങൾ നടന്ന അതിപ്രധാനമായ ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് പഴയ കാലം മുതൽക്ക് തന്നെ ഇന്നത്തെ ദിവസം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ജൂതന്മാരും മൂസാ നബിയും ചെറിയ ബന്ധമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മൂസാ നബി വിശ്വസിക്കേണ്ട വിധത്തിൽ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോ ഇവിടുത്തെ ജൂതന്മാർ മുഹറം 10 നോമനുഷ്ഠിച്ചിരിക്കുകയാണ്. കാരണം അന്വേഷിച്ചപ്പോൾ മുഹറം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ സന്തോഷത്തിന് നന്ദിയായിട്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞു, നിങ്ങളെക്കാളും ബഹുമാനപ്പെട്ട മൂസാ നബിയോട് ഞങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് മുഅ്മിനീങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ജൂതന്മാരെ പോലെ ആകാൻ പാടില്ല, ക്രിസ്ത്യാനികളെ പോലെ ആവാൻ പാടില്ല, മറ്റു മതത്തെ പോലെ ഒരു വിഷയത്തിലും നാം അവർക്ക് സാമ്യമാകാൻ പാടില്ല. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9 നോമ്പ് നോൽക്കും. അപ്പോഴാണല്ലോ അവരോട് ഒരു എതിരുണ്ടാവുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങൾ ഐഡന്റിറ്റി ഒരിക്കലും കളഞ്ഞു കുളിക്കാനുള്ളതല്ല എന്നും ഈ സംഭവത്തിൽ നാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സമകാലിക ലോകത്ത് ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ ശക്തമായ യുദ്ധം പുറപ്പെടുവിച്ചു. അവർ ഒരിക്കലും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹോർമൂസ് കടലൊടുക്ക് ഇറാന്റെ കയ്യിലാണ്. അത് വെച്ചപ്പോൾ അതിന്റെ മുന്നിൽ അമേരിക്ക മുട്ടുമടക്കേണ്ടി വന്നു, സന്ധിക്ക് വന്നു. പലപ്പോഴും കരയിൽ സമാധാനമില്ലെങ്കിൽ കടലുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് നാം ഈ സംഭവം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ മനസ്സിലാവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇന്നത്തെ ദിനം അല്ലാഹുവിലേക്ക് അടുക്കേണ്ട ദിനമാണ്. എത്ര ആളുകളുടെ തൗബയാണ് അല്ലാഹു തആല ഇതുപോലെയുള്ള ദിവസത്തിൽ സ്വീകരിച്ചത്. ഇതുപോലെയുള്ള ദിവസത്തിൽ ഇനിയും അല്ലാഹു തആല തൗബ സ്വീകരിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇദ് ദുനൂബി വൽ ആസാം. അതേ സർവശക്തനായ ഉടയവനായ അല്ലാഹുവേ, ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന ദിക്റുകൾ ഇന്ന് വർദ്ധിപ്പിച്ച് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ട ദിവസമാണ്. അല്ലാഹു ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വദോഷങ്ങളും പുറത്തു തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂട്ടിച്ചേർത്ത് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ഇന്ന് ജൂൺ 26. ഇതുപോലെയുള്ള ഒരു ദിവസം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള ദിവസത്തിൽ മഹാന്മാരായ നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതനെ ഒരുമിച്ചുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്നതിന്റെ നൂറ്റാണ്ട് തികയുകയാണ്. ഇന്നതിന്റെ വാർഷികമാണ്, സെന്റിനറി ആഘോഷിക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തിനാണ് സമസ്ത, എന്തിനാണ് ഈ സംഘടന എന്നൊക്കെ പലപ്പോഴും പല കോണിൽ നിന്നും പലരും ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബുദ്ധിശൂന്യമായ ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ടവരത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ 100 കൊല്ലം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഉണ്ടാക്കിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ എത്രയാണ്. എത്ര പള്ളികൾ, എത്ര മസ്ജിദുകൾ, നമ്മുടെ നാട്ടിലെ മദ്രസകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. സമസ്തയുടെ കീഴിലെ ആ മദ്രസകൾ വളരെ വ്യവസ്ഥാപിതമായി ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു മദ്രസ സംവിധാനം
നമ്മുടെ കേരളക്കരയിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? നിസ്കാരം അറിയുമോ? നോമ്പറിയുമോ? അള്ളാഹുവിനെ അറിയുമോ? കേരളത്തെ മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കേരളത്തിലെ മദ്രസ പ്രസ്ഥാനമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രത്തോളം മുസ്ലിം രാജ്യമെന്ന് അവകാശപ്പെടുന്ന, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാമിക രാജ്യമാണെന്ന് പറയുന്ന പലയിടങ്ങളിലും മദ്രസ സംവിധാനങ്ങളില്ല. അറബി കുട്ടികളുടെ അവസ്ഥ എന്താണ്? 1-2 ജുസ് ഒക്കെ, ഒരുപക്ഷെ ഖുർആൻ ഏതെങ്കിലും ജുസ് ഒക്കെ കാണാതെ അറിയും എന്നതൊഴിച്ച് നിസ്കാരത്തിന്റെ മസാല അറിയില്ല. എന്താണ് നിസ്കാരത്തിന്റെ ഫർള്, ഷർത്ത് ഏതാണ്, വുദു മുറിയുന്ന കാര്യം ഏതാണ് തുടങ്ങി വ്യവസ്ഥാപിതമായി മതത്തിന്റെ ഒരു കാര്യവും അറിയാതെ എന്തൊക്കെയോ അറിയാം എന്നല്ലാതെ കൃത്യമായി മതത്തിന്റെ ഒരു നിയമവും അറിയാത്തവരാണ് കേരളത്തിന് പുറത്ത് എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ശരിയാകും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ദീർഘവീക്ഷണമുള്ള നമ്മുടെ ഉലമാക്കൾ. അതേ, നൂറ്റാണ്ടിന് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ് അവർ ആലോചിച്ചു ഇതിന് മാറ്റം വേണം. അങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി ഇവിടെ മുന്നേറി. പ്രധാനമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലക്ഷ്യം വെച്ചത് നമ്മുടെ വിശ്വാസപരമായ ആദർശപരമായ സംരക്ഷണത്തിനാണ്. അതെ, ഇവിടെ ബിദ്അത്തുകാർ വന്നു, അസുന്നികൾ വന്നു, പലതും പറഞ്ഞു. ഇവിടുത്തെ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളാക്കിയപ്പോൾ അരുത്, ഒരിക്കലും ഒരു മുസ്ലിമിനെ മുശ്രിക്കാക്കാൻ പാടില്ല, അത് വലിയ തെറ്റാണ്, പാതകമാണ്, ഇതൊന്നും മുശ്രിക്കാകാനുള്ള കാരണമല്ല എന്ന് പറഞ്ഞ് ഇസ്തിഗാസയും അതുപോലെ തവസ്സുലും അടക്കം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് മഹാന്മാരായ സ്വഹാബത്തിന്റെ അതേ വിശ്വാസം ഈ നാട്ടിൽ നിലനിർത്തുകയും ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ ഈമാൻ, അതാണ് ഏറ്റവും പ്രധാനം, ഈമാൻ സംരക്ഷിക്കുന്നതിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്നും ഇന്നും എന്നും സമസ്തയുടെ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ വിള്ളലുകളില്ല, മാറ്റങ്ങളില്ല, വളരെ കൃത്യമാണ്, ഒന്നും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല. അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ തനതായ ആശയം വളരെ കൃത്യമായി ഇന്നും പരിരക്ഷിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതേസമയം അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ ഓപ്പോസിറ്റ് കക്ഷിയിലുള്ള ആളുകൾ 8ഉം 9ഉം 10ഉം 12 വിഭാഗമായി അവർ പിരിഞ്ഞു എന്ന് മാത്രമല്ല, ഇന്നും തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണെന്നറിയാതെ അവർ ഇരുട്ടിൽ തപ്പുകയാണ്. അതുകൊണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ പ്രസ്ഥാനം, അതിന് നാം സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, ഇതിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഉലമാക്കളുടെ കൂടെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി നാം നിലകൊള്ളേണ്ടതുണ്ട്. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ സ്വദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറയുന്നു, ഉലമാക്കൾ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് നാം നമ്മുടെ കഴിവിന്റെ പരമാവധി ഉലമാക്കൾക്കൊപ്പം നിന്നുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി നാം ആഹോരാത്രം പണിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാന ബന്ധത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉലമാക്കളുടെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. 11 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി
الذنوب والآثام سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم حسبي الله نعم الوكيل نعم المولى ونعم النصير 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 الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായിരുന്നു തൗസിഅത്തു അലൽ ഇയാൽ, കുടുംബത്തിൽ ഭക്ഷണത്തിൽ മറ്റൊക്കെ വിശാലത ചെയ്യുക. ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം വിളമ്പി വീട്ടുകാരൊക്കെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ അതിൻ്റെ ബർക്കത്ത്, അതിൻ്റെ സന്തോഷം, വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരാത്ത വിധത്തിൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പലരും പറയുന്നുണ്ട്. 50 വർഷത്തോളം അത് പരീക്ഷിച്ചു നോക്കി, അത് വളരെ കറക്റ്റാണ്, സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട പലരും അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട്
ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ കുട്ടികളെയും ഭാര്യമാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. അല്ലാഹു തആല ഈ ദിവസത്തിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ റബ്ബേ, പാപികളാണ്, ദോഷികളാണ് റബ്ബേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അല്ലാഹുവേ. വിശുദ്ധമായ ആശുറാഇന്റെ ദിനം, വെള്ളിയാഴ്ച ദിനം അല്ലാഹുവേ, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളാണ്. നീ ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഞങ്ങൾ ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഈ ദിവസത്തിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. പണ്ഡിതന്മാർ പറഞ്ഞു, തളർറു ഇലല്ലാ, അല്ലാഹുവേ നിന്നിലേക്ക് പ്രത്യേകം ഖേദിച്ചു മടങ്ങി നിന്നിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ട ദിവസമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അല്ലാഹുവേ, ആ നിലക്ക് റബ്ബേ ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെടുന്നു, ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും നീ മാപ്പാക്കണേ അല്ലാ, ന്യൂനതകൾ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഭാര്യ മക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, ഭക്ഷണം തരുന്ന, ദുആ കൊണ്ട് കടമപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, സിഹ്ഹത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹ്, നീ തന്ന ആരോഗ്യം, ആഫിയത്ത് നീ പിൻവലിക്കല്ലേ അല്ലാ. പൂർണ്ണ ആഫിയത്ത് ഞങ്ങൾക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ തന്നു പരീക്ഷിക്കല്ല റബ്ബേ, സഹിക്കാൻ കഴിയാത്ത വേദനകൾ നൽകി ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഈ ദിവസത്തിന്റെ ഹഖ് ജാഹ് ബർക്കത്തോടെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. നാഫിയ ഇൽമ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാ. തഖ്വ ഏറ്റിത്തരണേ അല്ലാ. നിന്റെ മുഖലസീകളായ അടിമകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഈ ദിവസത്തിൽ നിന്റെ മഹാന്മാരായ അംബിയ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾക്ക് നീ എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്കും നൽകണേ അല്ലാ. എല്ലാ ഖൈറും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാ ഖൈറിന്റെ കവാടങ്ങളും ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. മനസ്സമാധാനമുള്ള ജീവിതം രണ്ട് ലോകത്തും പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാ ഷർറുடைய ഷർറന്മാരുടെ ഷർറിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. സാഹിരിയുടെ സിഹ്റിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ കാവൽ ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. ഐനിൽ നിന്ന് റബ്ബേ, മുഫ്തിനീങ്ങളുടെ ഫിത്രയിൽ നിന്ന്, ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് അല്ലാ, എല്ലാ മുത്തക്കബ്ബിരീങ്ങളുടെ കിബ്റിൽ നിന്ന്, ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന്, അർഹമുർ റഹീമായ റബ്ബേ, എല്ലാ ഷർറുடைய ഷർറന്മാരുടെ ഷർറിൽ നിന്നും ഞങ്ങൾക്ക് കുടുംബത്തിൽ ഞങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകൾക്ക് നീ പൂർണ്ണ സലാമത്തും ഹിഫ്ളും നൽകണേ അല്ലാ. അല്ലാഹു, എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്കും കുടുംബത്തിനും നീ പൂർണ്ണ സലാമത്ത് നൽകണേ അല്ലാ. പൂർണ്ണ സലാമത്ത് നൽകണേ അല്ലാ. പൂർണ്ണ സലാമത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഈ ഭൗതിക ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ദുആഇന് ഇജാബത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ദിവസത്തിൽ വളരെ പ്രതീക്ഷയോടെ നിന്നോട് ചോദിക്കുന്നു അല്ലാഹു, ഞങ്ങളുടെ വിഷമങ്ങൾ അകറ്റണേ അല്ലാ, മുറാദുകളെ ഹാസുലാക്കണേ അല്ലാ, ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേ അല്ലാ. ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസുലാക്കി തരണേ അല്ലാ. കടങ്ങളുണ്ട് റബ്ബേ, വീട്ടിൽ തരണേ അല്ലാ. കടം വാങ്ങിയതുണ്ട്, കൊടുത്തു വിട്ടാനുള്ള വഴികൾ തുറന്നു തരണേ അല്ലാ. അർഹമുർ റഹീം റബ്ബേ, ഭൂമി വാങ്ങാനുള്ളവർ, വിൽക്കാനുള്ളവർ വഴികൾ എളുപ്പമാക്കണേ അല്ലാ. പെൺപിള്ളേരെ കെട്ടിക്കാൻ, ആൺപിള്ളേരെ വിവാഹം കഴിക്കാനൊക്കെ ഉള്ളവരുണ്ട് റബ്ബേ, വഴികൾ എളുപ്പമാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. വീട്ടിലും കുടുംബത്തിലും ഐക്യവും സമാധാനവും ഒരുമയും നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ജീവിതം ഖൈറാകുന്ന കാലം അത്രയും ഇസ്സത്തോടെ, റാഹത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മാത്രം ഞങ്ങളെ തിരിച്ചു വിളിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഞങ്ങളുടെ മരണസമയമാക്കി തരണേ അല്ലാ. ബാധ്യതകളൊക്കെ തീർത്ത് അല്ലാഹുവേ, കാണേണ്ടവരൊക്കെ കണ്ട് വസിയത്തുകളൊക്കെ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് വ്യക്തമായി ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മരണം ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററുള്ള ഐസിയുലാക്കല്ല റബ്ബേ. മരിക്കുന്ന സമയത്ത് കെലിമ പോലും ചൊല്ലിത്തരാൻ അടുത്ത ആളില്ലാത്ത വിധത്തിൽ അന്യമത വിഭാഗത്തിൽപ്പെട്ട നേഴ്സന്മാരുടെ ചാരത്ത് കടന്നു മരിക്കേണ്ട പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാ. അല്ലാ, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ലത് ചൊല്ലി, നല്ലത് ബന്ധപ്പെടുന്ന സമയത്ത്, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിന്നിലേക്ക് അടുത്ത സമയത്ത് മാത്രം ഞങ്ങളെ തിരിച്ചു വിളിക്കണേ അല്ലാ. ഞങ്ങളെ തിരിച്ചു വിളിക്കണേ അല്ലാ. ഞങ്ങളൊന്ന് മരിച്ചവരുടെ ഹദറാത്തിലേക്ക് ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ മിഥില സവാബ് എത്തിക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ മഹത്വം കൊണ്ട് റബ്ബേ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ അവരെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ്
علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين.